2025 ഫെബ്രുവരി 27 നടന്ന സോഷ്യൽ സയൻസിന്റെ ഒഫീഷ്യൽ ആൻസർ കീ നമുക്ക് നോക്കാം. 56ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ശരിയായ ജോഡി കണ്ടെത്തി ചേരുംപടി ചേർക്കുക. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആരുടെയാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ മഹാത്മാഗാന്ധി. അപ്പം എയുടെ ആൻസർ 4 ആണ്. അടുത്ത ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെയാ? നെൽസൺ മണ്ടേല. ദെൻ പ്ലേയിങ് ഇറ്റ് മൈ വേ. ആ ഒരു വേർഡ് പ്ലേയിങ് എന്ന് പറയുന്ന ആ വേർഡ് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ആരെയാണെന്ന് അറിയാൻ പറ്റും. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ദെൻ an ഓട്ടോബയോഗ്രഫി ആരുടെയാ? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇവിടെ നമുക്ക് A4, B3, C2, D1 അങ്ങനത്തെ ഓപ്ഷൻ ഏതാണ്? എ ഓപ്ഷൻ അല്ലേ? അവിടുത്തെ ആൻസർ 36ന്റെ ആൻസർ എ ആണ് ശരി. അടുത്തത് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂമിസ്മാറ്റിക്സ്. സി ആണ് ആൻസർ. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഭൂമിയുടെ ഏത് ഉള്ളറയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. താരതമ്യേന കനം കൂടിയ ഭാഗമാണ്. ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഭൂവൽക്കം, കാമ്പ്, മാൻറ്റിൽ, അകക്കാമ്പ്. നമ്മുടെ ഭൂമിയുടെ ഉള്ളറകൾ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏത് ഭാഗമാണ്? മാൻറ്റിലാണ് അല്ലേ? മാൻറ്റിൽ. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര്? നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ അല്ലേ? അപ്പം 39ന്റെ ആൻസർ എത്രയാണ്? ഏതാണ്? സി ആണ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കാൻ ആധാരമാക്കുന്ന മാനദണ്ഡങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തത് ജീവിത നിലവാരം, സാമ്പത്തിക സ്ഥിതി, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം. ബി ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം. സി സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം, വാഹനങ്ങളുടെ എണ്ണം. ഡി വിദ്യാഭ്യാസം, ആരോഗ്യം, ഉദ്യോഗം. ഇതിലേതാണ്? ബി ആണ് ആൻസർ അല്ലേ? ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ 3 കാര്യങ്ങളാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കാൻ ആധാരമാക്കുന്ന മാനദണ്ഡങ്ങൾ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും അക്ബർ നടപ്പിലാക്കിയ മാൻസബ്ദാരി സമ്പ്രദായത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മതസൗഹാർദ്ദം ഉറപ്പാക്കുക. 3 മാൻസബ്ദാർമാർക്ക് ഭൂമി പതിച്ചു നൽകുക. ആയിരിക്കുമല്ലോ മാൻസബ്ദാർമാർക്ക്. ദെൻ 4ാമത്തത് പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ഉറപ്പാക്കുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? മാൻസബ്ദാരി എന്ന് വെച്ചാൽ ഒരു അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക വ്യവസ്ഥയാണ് അല്ലേ? അപ്പോൾ അതിൽ 3ാമത്തെ ഓപ്ഷൻ ശരിയാണ്. മാൻസബ്ദാർമാർക്ക് ഭൂമി പതിച്ചു നൽകുക, ആ ഓപ്ഷൻ ശരിയാണ്. അതുപോലെ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ഉറപ്പാക്കുക, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 3, 4 എന്നിവയാണ്. ഓപ്ഷൻ ഡി 3, 4 ആണ്. 3, 4 ആണ് ഏത് മാൻസബ്ദാരി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 42ാമത്തത്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും പരോക്ഷ നികുതിക്ക് ഉദാഹരണം കണ്ടെത്തുക. പരോക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? നമ്മൾ പരോക്ഷ നികുതിക്ക് വേണ്ടിയിട്ട് ഒരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ്? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടൊരു കോഡുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്. കെട്ടിട നികുതി, വിൽപ്പന നികുതി, ആദായ നികുതി, വിവിധ തരം പിഴകൾ. ഇതിലേതാണ് പരോക്ഷ നികുതി? പരോക്ഷ നികുതി എന്ന് പറയുന്നത് സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വിൽപ്പന നികുതി. 42 ആൻസർ ബി വിൽപ്പന നികുതി. അപ്പോൾ ഏതാണ്? പരോക്ഷ നികുതിക്ക് ഉദാഹരണം വിൽപ്പന നികുതിയാണ് അല്ലേ? വിൽപ്പന നികുതി എന്ന് പറയുമ്പോൾ സെയിൽസ് ടാക്സ്. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ, ബി. അടുത്തത് 44ാമത്തത്. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. പെരിയാൾവാർ, നമ്മാൾവാർ, സമ്പന്തർ, ആണ്ടാൾ. ഏതാ ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത്? കൂട്ടത്തിൽ ചേരാത്തത് സി ആണ്, സമ്പന്തർ. അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും അലോഹ ധാതു കണ്ടെത്തി എഴുതുക. അലോഹ ധാതു എന്ന് കണ്ടെത്തി എഴുതണം. ബോക്സൈറ്റ്, പെട്രോളിയം, വജ്രം, സിന്നബാർ. ഇതിൽ ഏതോ ഒരെണ്ണം അലോഹത്തിന്റെ ഒരു ധാതുവാണ്. ബോക്സൈറ്റ് ഏതിൻ്റെയാണ്? അലുമിനിയത്തിന്റെ ആണ്, അത് ലോഹമാണ്. സിന്നബാർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഒരു ധാതുവാണ്. അപ്പൊ അതും എന്താണ്? മെറ്റലാണ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് പെട്രോളിയം ആണ് കേട്ടോ. ഒരു അലോഹ ധാതുവിന് എക്സാമ്പിൾ ഏതാണ്? പെട്രോളിയം. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ.
താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ബസവണ്ണ വീരശൈവ പ്രസ്ഥാനം. അടുത്തത് അക്ക മഹാദേവി കൃഷ്ണ ഭജനുകൾ. അടുത്തത് ഗുരുനാനാക്ക് ലങ്കാർ. ദെൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ദോഹകൾ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഇവിടുത്തെ ആൻസർ ബി ഓപ്ഷൻ ആണ് കേട്ടോ. 1ഉം 3യും, അതായത് ബസവണ്ണ വീരശൈവ പ്രസ്ഥാനം, അത് ശരിയാണ്. അതുപോലെ ഗുരുനാനാക്ക് ലങ്കാർ, അതും ശരിയാണ്. പക്ഷേ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ദോഹകൾ അതും പിന്നെ അക്ക മഹാദേവി കൃഷ്ണഭജനുകൾ ആരുടെയാ? നമ്മുടെ മീരാബായ് അവരുടെയാണ് അല്ലേ. അപ്പോൾ അത് തെറ്റി. അപ്പോൾ ഇതിൽ 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബസവണ്ണ വീരശൈവ പ്രസ്ഥാനം, ഗുരുനാനാക്ക് ലങ്കാർ. ഓക്കെ, അപ്പോൾ ബി ഓപ്ഷനാണ് ശരി, 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ 47. വിജയനഗരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. 1 സൈനിക മേധാവികൾ അമരനായകർ എന്നറിയപ്പെട്ടു. 2 ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്നു. സി ധാക്ക, മുർഷിദാബാദ്, ആഗ്ര തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ആയിരുന്നു. നീതി നിർവഹണത്തിനായി കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് ഏതാ ഇതിൽ? ഈ ധാക്ക, മുർഷിദാബാദ്, ആഗ്ര തുടങ്ങിയവ പ്രധാന നഗരങ്ങളായിരുന്നു എന്നത് തെറ്റാണ്. കാരണം അതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ളതാണ് അല്ലേ. അടുത്ത 48. നിങ്ങളുടെ സ്കൂൾ ബസിന്റെ സഞ്ചാരദിശ, സഞ്ചാര വേഗത, സ്ഥാനം, സമയം എന്നിവ കണ്ടെത്താൻ ബസ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണം ഏതെന്ന്? ഗൂഗിൾ മാപ്പ്, ഭൂവിവര വ്യവസ്ഥ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, റഡാർ. ഏതാണ്? സി ഓപ്ഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അടുത്തത് 49. താഴെ തന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്നും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടാത്ത നിയമം, കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത നിയമം ഏതെന്നാണ്? ഓപ്ഷൻസ്: ബാലവേല വിരുദ്ധ നിയമം, പോക്സോ ആക്ട്, അഴിമതി നിരോധന നിയമം, ബാലനീതി നിയമം. ഇതിലേതാണ് കുട്ടികളുമായിട്ട് ബന്ധമില്ലാത്ത ആക്ട്? അഴിമതി നിരോധന നിയമമാണ് അല്ലേ. അടുത്തത് 50. ഇന്ത്യയിലെ പ്രസിദ്ധമായ ബാഗ് ഗുഹാചിത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ബാഗ് എന്ന് പറയുന്ന ഗുഹാചിത്രങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, ഗുജറാത്ത്. ഇതാണ് ഓപ്ഷൻസ്. ഏതാണ്? മധ്യപ്രദേശിലാണ് അല്ലേ. മധ്യപ്രദേശിലാണ് ബാഗ് ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, നമ്മുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏത് വർഷമാണ്? ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് 1952, 51, 76, 78. ഏതാണ്? 1951. 1951 നമ്മുടെ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത്. അടുത്ത 52. ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും ഗ്രാമസഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കിയോളൂ. ഗ്രാമസഭ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഗ്രാമസഭയുടെ അധ്യക്ഷൻ വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ പൗരസമത്വം ഉറപ്പാക്കുന്നു. ഗ്രാമസഭ വർഷത്തിലൊരിക്കൽ വിളിച്ചു ചേർക്കുന്നു. അപ്പോൾ ഈ ഗ്രാമസഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഗ്രാമസഭ പൗരസമത്വം ഉറപ്പാക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്രാമസഭ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണോ? അല്ല, പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലേ. ഇനി ഗ്രാമസഭയുടെ അധ്യക്ഷൻ വാർഡ് മെമ്പർ ആണോ? അല്ല, പ്രസിഡന്റ് ആണ് അല്ലേ. അടുത്ത 53. ക്വസ്റ്റ്യൻ, ഏത് ഭൂവിവരത്തെ സൂചിപ്പിക്കാനാണോ ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്? താഴെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഇതൊക്കെയാണ്: കോട്ട, കുളം, പോസ്റ്റ് ഓഫീസ്, കൃഷിയിടങ്ങൾ. ഏതൊക്കെയാണ്? ഇത് കോട്ടയെ സൂചിപ്പിക്കാനാണ് കേട്ടോ. ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നത് കോട്ടയെ സൂചിപ്പിക്കാനാണ്. 54. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. കൂട്ടത്തിൽ പെടാത്തതാണ് പരുത്തി, ചണം, ബജ്ര, പയറുവർഗ്ഗങ്ങൾ. ഇതെല്ലാം മറ്റേ നമ്മുടെ ഖാരിഫ്, റാബി ആ വിളകൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ പരുത്തി, ചണം, ബജ്ര ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഖാരിഫ് വിളകളാണ് അല്ലേ. പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് റാബി വിളകളാണ്. അപ്പം പയറുവർഗ്ഗങ്ങളാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്തത്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. സോഷ്യൽ സയൻസിലെ ഒരു ഇത് എളുപ്പമായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ
നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഉണ്ടല്ലോ, സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും 1 വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ സോഷ്യൽ സയൻസ് നമുക്ക് വളരെ എളുപ്പമുള്ളതായി തീരും.